ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം. തട്ടകത്തമ്മയായ പയങ്കൽ ഭഗവതിയുടെ പിറന്നാൾ ദിനമായ ഭരണി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. ഭരണി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് ശനിയാഴ്ച നടന്നു. രാവിലെ പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് രാവിലെ 8 മണിക്ക് ക്ഷേത്ര മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തി. കൊടിയേറ്റിനു ശേഷം കല്ലാറ്റ് മണികണ്ഠൻ കുറുപ്പിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ കളമെഴുത്ത് പാട്ടിന് തുടക്കമായി. വൈകിട്ട് നട തുറക്കലിനു ശേഷം നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ദീപാരാധനയ്ക്കു ശേഷം കിഴക്കേ നടയിൽ നിന്ന് താലത്തോടുകൂടി നടന്ന മുല്ലയ്ക്കൽ പാട്ട് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരമുള്ള വിശേഷാൽ കളമെഴുത്ത് പാട്ടിനാണ് കൊടിയേറ്റ് ദിനത്തിൽ നടന്നത്. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, സെക്രട്ടറി സുനിൽ പണിക്കശ്ശേരി, KG ചന്ദ്രൻ, AC അനിൽകുമാർ, മനോജ് മീനങ്ങത്ത്, മനോഹരൻ കരുവത്ത് വളപ്പിൽ, GG സുനിൽകുമാർ, KV വിജിത്ത്, സുധീർ മീനങ്ങത്ത് എന്നിവർ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി ആഘോഷം നടക്കുക. പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 11-ന് ഇന്നേ ദിവസം രാവിലെ 8:30-ന് അമ്പലം മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ മുതൽ തന്നെ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഇത് പ്രകാരം കഴിഞ്ഞ വർഷവും ഈ കൊടിയേറ്റ ദിവസം കളമെഴുത്തും പാട്ട് ആദ്യമായി കഴിഞ്ഞ വർഷം നടന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 18-ാം തീയതി 2:30 പകൽപ്പൂരം ആരംഭിക്കുകയും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആചാരപ്രകാരം രാത്രി 7 മണിക്ക് ഒരു ആനയുടെ പുറത്ത് തടംപേറ്റി ഈ പാർലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ഭക്തജനങ്ങളെ കാർത്തിക വേലയ്ക്ക് ക്ഷണിക്കുന്ന ഒരു ഐതിഹ്യമാണ് അതിനുള്ളത്. അത് കഴിഞ്ഞാൽ രാവിലെ മുതൽ 8 മണി മുതൽ വിശ്വകർമ്മകളുടെ അയുറക്കളിയും അതിനോടനുബന്ധിച്ച് 2 മണി മുതൽ ഇവിടെ വിവിധ ഭക്തജനങ്ങളുടെ പല പരിപാടികൾ, അതായത് കാളക്കളി, കുതിരക്കളി, ഭൂതംകളി, അങ്ങനെയുള്ള പഴയ നാടക പാട്ടുകൾ നിലനിർത്തി പോരുന്ന ഒരു അമ്പലം കൂടിയാണ് പായങ്കൽ ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞാൽ ഒരു 6:30 ഈ പരിപാടി കഴിയുകയും അത് തന്നെ കോമരത്തിൻ്റെ അവിടെ ഒരു കലശം, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗാനമേള, അത് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് വടക്കേപ്പുറത്ത് കീഴ്ക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ഗുരുതി തന്ത്രിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ 11 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടികൾ, ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പരിപാടികൾ സമാപിക്കും. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പകൽപൂരത്തിന് നല്ലേപ്പിള്ളി കുട്ടൻ നയിക്കുന്ന പഞ്ചവാദ്യവും തുടർന്ന് വൈകിട്ട് 5-ന് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും അകമ്പടി ഒരുക്കും. വൈകിട്ട് 7-ന് ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം തായമ്പകയും തുടർന്ന് വയലിൻ ഫ്യൂഷനും അരങ്ങേറും. തുടർന്ന് കളമെഴുത്തുപാട്ട് നൃത്തം നടക്കും. 19-ന് ഞായറാഴ്ച കാർത്തികവേല ആഘോഷിക്കും.